ഹലോ എവരി വൺ. ഇന്ന് പ്രത്യേകിച്ചിട്ട് കലാപരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് കാണാം. മിക്ക ദിവസവും സുബഹനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 10:30 അല്ലെങ്കിൽ 11 ഈ ഏതെങ്കിലും ഒരു സമയത്താണ് ഞാൻ എണീക്കാറുള്ളത്. അതിന് മാത്രം ഉമ്മാൻ്റെ ഇന്ന് കിട്ടാറുമുണ്ട്. എന്നാൽ ചില നേരത്ത് പതിവ് തെറ്റിയൊക്കെ എണീക്കാറുണ്ട്. അങ്ങനെ ഒരു ഡേ ആണ് കേട്ടോ ഇന്ന്. രാവിലെ തന്നെ എണീക്കുന്നു, ബെഡൊക്കെ മടക്കി വെക്കുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് പരിപാടി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യ ജോലി നമ്മൾ പൂർത്തിയാക്കിയെന്നാണ് സാധാരണ പറയാറുള്ളത്. പിന്നെ നമുക്കൊരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം. അതിൻ്റെ കൂടെ ഒരു ജേണലും കൂടി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും പതിവായിട്ടുള്ളതല്ല, എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയാൽ മാത്രം ചെയ്യുന്ന കാര്യം. പിന്നെ നമ്മൾ മാത്രം ഫ്രഷ് ആയപ്പോൾ അറിയല്ലോ, ഇടയ്ക്കൊന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണ്ടേ. അപ്പോൾ ഞാൻ ഖത്തറിന്ന് വന്നേ പിന്നെ ഇവിടെ തൊട്ടിട്ടില്ല. ആ ഒരു മടി കാരണം അന്ന് തന്നെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അത്ര വലിയ ക്രിയേറ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഒന്ന് അടുക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കലാപരിപാടി സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പം വൃത്തിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, വല്ലാത്ത മടി. അതുകൊണ്ട് തന്നെ ചെയ്ത ക്രാഫ്റ്റിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ടാവും. ഈ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനൊരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി ഡയറ്റ് തുടങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഡയറ്റ് ചെയ്യും. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡയറ്റും കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവില്ല കേട്ടോ. എന്തായാലും ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിന് ദുബായി പോകുന്നത് കാരണമാണ് ഈ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മാക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഒരുങ്ങുന്നുണ്ട്. ഈ ഒരു മസ്കാരയും പിന്നെ ലിപ്സ്റ്റിക്കും ഒരു ഐബ്രോവും, ഇതാണ് എൻ്റെ മെയിൻ. പിന്നെ സൺസ്ക്രീൻ, അത് എന്തായാലും പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പുറത്തിറങ്ങിയോ എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉമ്മാൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഞാൻ സൈഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോക്ടെയിലൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പുറത്തിറങ്ങിയാൽ ഇത് നിർബന്ധമാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ട് ക്ഷമയില്ലാത്ത ഞാൻ പെട്ടെന്ന് തന്നെ ചൂടാക്കി കഴിച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇതുതന്നെയാണ് ഡെയിലി നടക്കാറുള്ളത്. പിന്നെ ഈവനിങ് ഒരു ചായ, അത് നിർബന്ധമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷുഗർ ഇട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും, പക്ഷെ അതില്ലാണ്ട് പറ്റൂല. പിന്നെ ഈ ടീ ടൈം ഞാൻ ചില സമയങ്ങളിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് തനി മലയാളീൻ്റെ വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വോയിസും അതേപോലെ തന്നെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കുമ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞ് മുറ്റമൊക്കെ പോയി അടിച്ചു വരാൻ. അത് പറഞ്ഞപ്പോൾ ഞാൻ എളുപ്പപ്പണി നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചെടിക്ക് വെള്ളം നനക്കാം. ഈ കാണുന്ന ആളുണ്ടല്ലോ, എൻ്റെ ഏറ്റവും വലിയ, എന്നെ ട്രോളാൻ വേണ്ടി മാത്രം ജനിച്ചതാണ്, എൻ്റെ ആപ്പയാണ് കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. എൻ്റെ കസിനും ഹസ്ബൻഡും പോകുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒത്ത് ഒരു ചിക്കനൊക്കെ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ കുറേ ആളില്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. എൻ്റെ ഇത്താത്തയൊന്നും നാട്ടിലില്ല. അപ്പോൾ അവളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാക്കിയാണ്. ഇത് നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ഒരു കാമായിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ആ മിസ്സിങ് ഒക്കെ പോയി. കാരണം നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.